മോളെ, മോളങ്ങ് പെട്ടല്ലോ മോളെ. ഇതിപ്പോ ശ്യാമ മോളെ കുടുംബത്തിന്റെയും കമ്പനിയുടെ ഒക്കെ ആളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. വസുന്ധരയും കൂടി ശ്യാമ മോളെ അംഗീകരിക്കും കൂടി ചെയ്തില്ലേ? ഒച്ചയും ബഹളം കൊട്ടി എല്ലാരും കൂടി ഇങ്ങോട്ട് വരും. വരട്ടെ, വന്ന് എന്താന്ന് വെച്ചാ നടത്തട്ടെ. അവർക്കിപ്പോ ശ്യാമ മതി, ഞാൻ വേണ്ട. വീടലങ്കരിക്കുന്നു, വിളക്കൊരുക്കുന്നു, രാജ്ഞി എതിരേൽക്കും പോലെയല്ലേ. ഷോ, ഐശ്വര്യമോളായിരുന്നില്ലേ ഇന്ന് എഴുന്നള്ളി വരേണ്ടിയിരുന്നത്? കുറച്ചും കൂടി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കായിരുന്നു അല്ലേ മോളെ? ആർക്കാ ബുദ്ധിയില്ലാത്തത്? എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിയുണ്ടെന്നേ ഇന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ചിരിക്കും. ഞാൻ അപ്പച്ചിയെ 1-2 ചുമതലകൾ ഏൽപ്പിക്കാം. അത് രണ്ടും അപ്പച്ചി നടത്തി തരണം. മോളെ, അപ്പച്ചി അപ്പച്ചിയുടെ നയം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചിക്ക് ആരെ കൊണ്ടാണോ ഗുണം കിട്ടുന്നത് ആ ആൾക്ക് വേണ്ടി അപ്പച്ചി നിൽക്കും. മോള് പറ, അപ്പച്ചി എന്ത് ചെയ്യണം? ശ്യാമ വരുമ്പോ ഇവിടെ സ്വീകരണം കൊടുക്കുമല്ലോ. ആ സ്വീകരണത്തില് അവളങ്ങ് തീരണം. അയ്യോ മോളെ, എന്താ പേടിയുണ്ടോ? ഉണ്ടെങ്കി പറ, കാര്യങ്ങള് ഞാൻ നേരിട്ട് നടത്തിക്കോളാം. ഞാൻ എന്താ ചെയ്യേണ്ടത് മോൾ? അത് പറ. 2 കാര്യമാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അത് അപ്പച്ചി നിറവേറ്റണം. 2 കാര്യങ്ങളെന്ന് വെച്ചാ? 1 പൂവിതറൽ, 2 വിളക്കുഴിയൽ. എനിക്ക് മനസ്സിലായില്ല മോളെ. അപ്പച്ചി, പുതിയ പദവിയില് അവളെ വീട്ടിൽ കാണുന്നതേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓഫീസിൽ വെച്ച് തന്നെ തീർക്കണമെന്നായിരുന്നു മനസ്സിൽ. അത് നടന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ അവളെ അവസാനിപ്പിക്കും. അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ലേ 2 മാർഗങ്ങള്. നേരത്തെ അതിനു വേണ്ട ചില കാര്യങ്ങൾ ഞാൻ തയ്യാറാക്കുകയും ചെയ്തു. അതിലൊന്ന് ദാ ഇവിടെയുണ്ട്. എന്ത്? എന്താ മോളെ ഇത്? ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നതാ. ശ്യാമ വരുമ്പോ അപ്പച്ചി ഈ പൂവ് അവളുടെ ദേഹത്തേക്ക് വിതറണം. അത് ശരി. എന്ന് വെച്ചാ ശ്യാമയെ സ്വീകരിക്കണം. ഞാൻ കരുതിയത് അവക്കെന്തോ ദോഷം വരുന്ന കാര്യാ പറയുന്നേന്നാ. ഇതിങ്ങനെ ഈ പൂവില് തുടരുത്, കൈ പൊള്ളും. പൂ തൊട്ട കൈ പൊള്ളുവന്നോ? മോളെ, സത്യത്തിൽ ഈ പൂവിൽ എന്താ ചേർത്തിരിക്കുന്നേ? ആസിഡാണോ കെമിക്കലാണോ? അന്ന് പച്ചക്കറിയിൽ ചേർത്തതുപോലെ എന്തെങ്കിലും ആണോ? അതെന്തായാലും ഈ പൂവ് അവളുടെ മുഖത്ത് വീഴുന്നതോടെ അവളുടെ മുഖത്ത് മുഴുവൻ പൊള്ളലുകൾ വരും. മോളെ, പോലീസ് കേസൊക്കെ ആയാൽ എന്ത് ചെയ്യും? അപ്പച്ചി പേടിക്കാതെ. ഒന്നാമതൊരു കേസ് വന്നാ തന്നെ ഈ പൂ വാങ്ങിയ പൂക്കടക്കാരനെതിരായിരിക്കും. ഇനി അഥവാ ഈ വീട്ടിലെ ആരെങ്കിലും സംശയിച്ചാൽ തന്നെ നമ്മൾ അമ്മയെ കൊടുക്കും. അമ്മയെന്ന് വെച്ചാ വസുന്ധരയോ മോളെ? വസുന്ധരാമ്മ തന്നെ. ശ്യാമയ്ക്കെതിരെ ഓരോന്ന് ചെയ്യാൻ എന്റെ കൂടെ നിന്നതല്ലേ. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആ തള്ളയെ പെടുത്താം. ഇനി അതുമല്ലെങ്കിൽ ആ കുറ്റം ഞാനങ്ങ് ഏൽക്കും. ജയിലിൽ കിടക്കാൻ എനിക്ക് സന്തോഷേ ഉള്ളൂ. പക്ഷേ അത് ശ്യാമയെ കൊന്നിട്ടാവണം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടാവണം. അങ്ങനെയാണെങ്കിൽ ജയിൽ എന്നെ സംബന്ധിച്ച് അരമനയായിരിക്കും. ഇനി ഏതെങ്കിലും രീതിയില് പൂ എറിയാൻ കഴിഞ്ഞില്ലാന്നിരിക്കട്ടെ, അവിടെയാണ് 2ാമത്തെ ഐറ്റം, വിളക്കുഴിയൽ.
ആ തള്ള ശ്യാമയെ വിളക്കൊഴിയുമ്പോ ആ വിളക്കിലെത്തി അവളുടെ ദേഹത്തേക്കിടണം. അവൾ അവിടെ കത്തി തീരണം. അപ്പച്ചി ആവശ്യപ്പെടുന്ന എന്ത് ഞാൻ തരും. അവള് ജീവിച്ചിരിക്കുന്നത് ഇനി എനിക്ക് കാണാൻ വയ്യ അപ്പച്ചി. എല്ലാം കുഴപ്പമൊന്നും കൂടാതെ നടക്കുമെന്ന് തന്നെ കരുതല്ലേ? കരുതല്ല, നന്നായിട്ട് വരുത്തണം. എന്ന് വെച്ചാ നമ്മൾ ആഗ്രഹിച്ച പോലെ വരുത്തണം. അവളുടെ മുഖം കരിക്കണം. അവൾക്ക് ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റരുത്. ഈശ്വരാ ഭഗവാനെ, ഐശ്വര്യമോൾക്ക് നല്ലത് മാത്രം വരുത്തണേ. അറിയാലോ, പൂവ് കൈകൊണ്ട് തൊടരുത്, കൈ പൊള്ളും. താലത്തിൽ നിന്ന് നേരെ അവളുടെ മുഖത്തേക്ക് ചൊരിയണം. ശരി, ഞാൻ താഴോട്ട് ചെല്ലട്ടെ. ഇതിവിടെ വെക്കാം. അവള് വന്നു കഴിഞ്ഞാ ഉടനെ എടുത്താ മതി. അപ്പച്ചി ആദ്യം ചെല്ല്. ശരി. ഒരു മഹാറാണി കാണിച്ചു തരാടി നിന്നെ ഞാൻ. വാ മോളെ. താങ്ക് യു അച്ഛാ. ആ നിക്ക് ഒരു മിനിറ്റ്. വസു, അവരെത്തി. ദാ വാങ്ങിക്കോ. ഐശ്വര്യമായിട്ട് കയറി വാ മോളെ, വാ. പട എല്ലാം നശിപ്പിച്ചല്ലോ അപ്പച്ചി. വാ ഇങ്ങോട്ട്. മോളി പാട്ട് കേട്ടിട്ടുണ്ടോ? കൃഷ്ണ തുളസിയുടെ പാട്ട്. ഇന്ന് പകലാ ഞാൻ ഈ പാട്ട് കേട്ടത്. മനസ്സിനൊരു പ്രത്യേക സന്തോഷായിരുന്നു ഈ പാട്ട് കേട്ടപ്പോ. ആദ്യം കരുതിയത് വിസ്മയ പാടുകയാണെന്ന, പക്ഷേ വിസ്മയ പാടുന്നതിനേക്കാൾ ഒരു ഫീല് കിട്ടുന്നുണ്ട്. നിങ്ങൾ വന്നു കയറുമ്പോ ഈ പാട്ട് കേൾപ്പിച്ച് സ്വീകരിക്കണമെന്ന് കരുതിയതാ. എന്താ മോളെ പേടിച്ച പോലെ നിൽക്കുന്നേ? പാട്ട് ഇഷ്ടായില്ലേ? നല്ല പാട്ടാ. ആ, ഇനി ചില പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കമ്പനിയുടെ കാര്യങ്ങളിൽ മാത്രമല്ല, കുടുംബത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഇനി മുതൽ ശ്യാമയ്ക്കൊരു പ്രധാന പങ്കുണ്ടായിരിക്കും.
തീരുമാനങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിലെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. ഇനി മുതൽ ശ്യാമയുടെ അഭിപ്രായം അത് ഏത് കാര്യത്തിനും നിർണായകമാണ്. അതിന്റെ ഒരു ആദരവ് കുടുംബത്തിലെ എല്ലാ പേരും ശ്യാമയ്ക്ക് കൊടുക്കണം. അമ്മേ, ഒരു മിനിറ്റ്. അല്ല, ഈ ആദരവ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതെന്താ ശ്യാമയ്ക്ക് മാത്രം പ്രത്യേകിച്ചൊരു ആദരവ് കൊടുക്കല്? അമൃതയെടുത്തെയും എന്നെയും ശ്യാമയും ഒരേ കണ്ണിലല്ലേ കാണേണ്ടത്? മോളെ ഐശ്വര്യ, വസു എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയാം. ഒരാൾ ഒരു പദവിയിലെത്തിയാൽ ആ പദവിയെ നമ്മൾ അംഗീകരിക്കണം. ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ അച്ഛനുമാണ്, അതേസമയം കമ്പനി ചെയർമാനുമാണ്. കമ്പനി ചെയർമാൻ എന്നുള്ള വില നിങ്ങൾ എനിക്ക് തന്നേ പറ്റൂ. അതെ അച്ഛാ, ശ്യാമയുടെ തീരുമാനങ്ങൾക്ക് ഇനി നമ്മൾ മുൻതൂക്കം കൊടുക്കുക തന്നെ വേണം. പിന്നെ അല്ലാതെ ശ്യാമമോൾ ഇപ്പൊ ആരാ? ശ്യാമമോള് കിണറ്റി ചാടാൻ പറയട്ടെ, അപ്പച്ചി അപ്പോഴേ ചാടും. ചുമ്മാ നിൽക്കും. ആ, ഇനി മറ്റൊരു കാര്യം. ഓഫീസ് സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതിനാൽ ഇനി മുതൽ വീട്ടിലെ മറ്റുത്തരവാദിത്തങ്ങൾ ഐശ്വര്യയും അമൃതയും കൂടി നോക്കണം. എന്നുവെച്ചാ തുണി അലക്കും, അടുക്കള പണി അതൊക്കെ ഞങ്ങള് ചെയ്യണമെന്നാണോ? ഐശ്വര്യേ, നീ എന്താ അങ്ങനെ ചോദിക്കുന്നേ? അതൊക്കെ കൂടി ചേരുന്നതല്ലേ വീട്ടുകാര്യങ്ങള്? അതൊക്കെ ചെയ്യുന്നോണ്ടെന്താ? സൗകര്യപ്പെടില്ല. ഇത് ഞാൻ അംഗീകരിക്കില്ല. അമൃതയടുത്തേക്ക് ശ്യാമയെ കൊണ്ട് ഒരുപാട് ആവശ്യം കാണും. അതുകൊണ്ട് ശ്യാമയെ സ്തുതിച്ചു നിന്നാലേ അമൃതയടുത്തേക്ക് പറ്റൂ. എനിക്കാരുടെയും പിച്ചയും വേണ്ട, എച്ചിലും വേണ്ട. അമ്മയുടെ തീരുമാനം ഞാൻ അംഗീകരിച്ചു തരില്ല. ഐശ്വര്യ, ദേ, നീ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. എനിക്കുണ്ട് അച്ഛനും അമ്മയും. ഇതുപോലെ തന്നെ വലിയ കുടുംബം തന്നെ എന്റെയും. ആഹാരം കഴിക്കാൻ അമ്പലത്തിന് മുമ്പില് കൊട്ടിപ്പാടുന്ന ദരിദ്രവാസിയൊന്നും അല്ല എന്റെ അച്ഛൻ. അതെ, ഇട്ട് മൂടാനുള്ള കാശുണ്ട് എന്റെ കുടുംബത്തില്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരുടെ അടിമയായി കിടക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. വീട്ടുജോലി 3 പേരും ചെയ്യണം. മോൾ അങ്ങനെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കാതെ. എന്റെ മരുമക്കള് വീട്ടുജോലി ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളാ ഞാൻ. നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങനെ ജോലി ചെയ്യിപ്പിച്ചിട്ടുമില്ല. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തുറന്നു പറയാം, ഞാൻ ഈ വീട്ടില് ഒരുപാട് പ്രത്യേകതയും അടുപ്പവും കാണിച്ചിട്ടുള്ളത് ഐശ്വര്യയോടാ. അത് ഐശ്വര്യമോൾക്കും അറിയാം. സ്നേഹം കാണിക്കുന്നതൊക്കെ അമ്മയുടെ അടവാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ശ്യാമയെ എല്ലാവരുടെ മുകളിൽ കൊണ്ടുവരാനുള്ള അടവ്. ഐശ്വര്യ മോളെ, മോളുടെ വാക്കുകൾ അതിര് കിടക്കുന്നു. ഐശ്വര്യ, പ്ലീസ് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം. ഞാൻ മനസ്സിലാക്കി തന്നെയാ സംസാരിക്കുന്നെ. നിങ്ങളാ ഒന്നും മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നെ. ഐശ്വര്യ, അച്ഛാ, അമ്മേ, ക്ഷമിക്കണം. എനിക്ക് ഇനി ഇത് കേട്ടു നിൽക്കാൻ പറ്റില്ല. നീ എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമിക്കും. പക്ഷേ ഈ പാവത്തിനെ വല്ലാതങ്ങ് അവഹേളിക്കണ്ട. അപ്പച്ചി കൊണ്ട് ശ്യാമയുടെ ദേഹത്ത് പൂ വിതറി. ആ സ്നേഹത്തിന്റെ പുറകിൽ എന്താണെന്നുള്ളത് ഞാനും ഐശ്വര്യം കൂടെ ഒറ്റയ്ക്കങ്ങ് സംസാരിച്ച് തീർക്കാം. നീ എന്താ പറഞ്ഞത്? ശ്യാമയെ സ്തുതിച്ചു നിന്ന എനിക്ക് നേട്ടമുണ്ടെന്നോ? ഇനി അങ്ങനെ തന്നെ വെച്ചോ. നിന്നെപ്പോലുള്ളൊരു ദുഷ്ട മനസ്സിന്റെ കൂടെ കൂട്ടുകൂടുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ശ്യാമയോട് സ്നേഹം കൂടുന്നത്. അവളുടെ കുറച്ച് നന്മയെങ്കിലും കിട്ടും.
പിന്നെ അമ്പലത്തിൽ കൊട്ടിപ്പാടുന്നു നീ പറഞ്ഞില്ലേ? അത് ശ്യാമയുടെ അച്ഛനെ കളിയാക്കാനല്ലേ? ഐശ്വര്യേ, പാട്ട് പാടാൻ ദൈവാനുഗ്രഹം വേണം. ഒരു കൃഷ്ണ തുളസിയുടെ പാട്ട് കേട്ട് ഞാനും നീയൊക്കെ പരിസരം മറന്ന് നിന്നില്ലേ? അതാ പാട്ടിന്റെ ശക്തി. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ശ്യാമേ, നീ അമ്മ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. വീട്ടുജോലി ഞാനും ഐശ്വര്യം കൂടെ ചെയ്യാം. അമൃതെടുത്ത് ചെയ്യും. നമ്മൾ രണ്ടും കൂടി തന്നെ ചെയ്യും. അമ്മേ, അച്ഛാ, ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ എല്ലാവർക്കും അറിയാം, ഞാൻ ഈ പദവിയൊന്നും മോഹിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഓഫീസിൽ വെച്ച് എന്റെ ഏട്ടനെ ഐശ്വര്യടുത്ത് അപമാനിച്ചപ്പോഴാ ജയിക്കണമെന്നൊരാഗ്രഹം പോലും എനിക്ക് വന്നത്. ഞാൻ ജയിച്ചു. ഇനി ഈ പദവി ആർക്ക് വേണമെങ്കിലും കൈമാറാൻ ഞാൻ തയ്യാറാണ്. ശ്യാമേ, പദവി എന്ന് പറയുന്നത് അംഗീകാരം പോലെ തന്നെ ഒരു ഭാരം കൂടിയാ. ഐശ്വര്യടുത്ത് പറഞ്ഞത് നേരാ. ഞങ്ങൾ 3 മരുമക്കളും വീട്ടുജോലികൾ ഒരുപോലെ തന്നെ ചെയ്യണം. ഐശ്വര്യടുത്തി, വീട്ടുജോലി ഞാനും ചെയ്തോളാം. ഓ ശ്യാമ, ഓരോരുത്തര് സംസാരിച്ച് ഏതുവരെ പോകുമെന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ഐശ്വര്യയോട് പലവട്ടം ശക്തമായ താക്കീത് നൽകിയിരുന്നു, മര്യാദ വിട്ട് സംസാരിക്കരുതെന്ന്. ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് ശ്യാമയോടാ. ശ്യാമ ഒരു കമ്പനിയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളാണ്. ഏറ്റെടുത്ത പദവി അങ്ങനെ ചുമ്മാ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റത്തില്ല. പിന്നെ കമ്പനിയുടെയും കുടുംബത്തിന്റെയും മുകൾ തട്ടിലുള്ള ആളാ ഇപ്പൊ ശ്യാമ. പക്ഷെ ആ രീതിയിലല്ല ശ്യാമ ഇപ്പൊ ഇവിടെ സംസാരിച്ചത്. എല്ലാം കണ്ട് പേടിച്ചു വരേണ്ട ഒരാളായിട്ടാ ശ്യാമ നിന്നത്. തെറ്റായ പോയിന്റ് ഒരാൾ പറയുമ്പോ എന്തിനാ അംഗീകരിക്കുന്നത്? ശരിയല്ലാത്തതിനെ ശക്തമായി അടിച്ചിരുത്തണം. ചുറ്റും ആരൊക്കെ ഉണ്ടെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അഭിപ്രായം ശക്തമായി പറയുന്നവരെ എവിടെയും വിജയിച്ചിട്ടുള്ളൂ, അത് മറക്കണ്ട. ശരിയച്ചാ. ഐശ്വര്യടുത്തി, ഞാൻ കുറച്ചു നേരത്തെ ചില വാക്കുകൾ പറഞ്ഞില്ലേ, അത് ഞാൻ പിൻവലിക്കുന്നു.